4 കോടി മുടക്കി വാങ്ങിയ KSRTCയുടെ ലക്ഷറി ബസ്സുകൾ ഇന്നും നിരത്തിലിറങ്ങിയിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നികുതി ഇളവ് ലഭിക്കാത്തതിനാലാണ് സർവീസ് ആരംഭിക്കാത്തത് എന്നാണ് വിശദീകരണം. നിലവിൽ പുത്തൻ ബസ്സുകൾ തിരുവനന്തപുരം സെൻട്രൽ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാതെ കിടന്നു നശിക്കുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, 4 കോടി രൂപ മുതൽമുടക്കിൽ വാങ്ങിയതാണ്. ഇന്നും അത് പൊതുജനങ്ങൾക്ക് എന്തു ഗുണമെന്ന് ചോദിച്ചാൽ കൈമലർത്തുകയാണ് അധികാരികൾ. പറയൂ, എന്താണ് ലഭിക്കുന്ന അപ്ഡേറ്റ്? രാഖി, അശ്വതി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്, അതായത് ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ 2 ബസ്സുകൾ വാങ്ങുന്നത്. ഓരോ ബസ്സിനും 2 കോടി രൂപയായിരുന്നു അതിന് ചെലവഴിച്ചത്. അങ്ങനെ 4 കോടി രൂപ ചെലവഴിച്ചാണ് ലക്ഷറി ബസ്സുകൾ വാങ്ങിച്ചത്. തിരുവനന്തപുരത്തു നിന്നും തുടങ്ങി യാത്ര ലക്ഷറി ആക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. ബസ്സിൽ ഈ ഫ്ലൈറ്റിന് സമാനമായ എന്നൊക്കെയായിരുന്നു അന്ന് ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞത്. മാത്രമല്ല, വലിയ സൗകര്യങ്ങളുണ്ടാകും, എയർ ഹോസ്റ്റസ് പോലെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ആ ബസ്സുകൾ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിലവിൽ ബസ് പാപ്പനംകോട് ഡിപ്പോയിൽ ആണ് നിലവിലുള്ളത്. ആ ഡിപ്പോയിൽ പൊടിയടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഓർക്കണം, 2 കോടി വെച്ച് ലക്ഷറി ബസ്സുകളാണ് വാങ്ങിച്ചത്. KSRTCയുടെ മുഖച്ഛായ മാറ്റം, ഫ്ലൈറ്റിന് സമാനമായ യാത്രാനുഭവം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അന്ന് വാങ്ങിച്ചതെങ്കിൽ തുടർന്നിങ്ങോട്ട് അതിൻ്റെ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലെല്ലാം തർക്കങ്ങൾ വന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ നികുതി ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനിശ്ചിതത്വം വന്നതോടുകൂടി തന്നെയാണ് ബസ്സിൻ്റെ യാത്ര അത് എന്നേക്കും അനിശ്ചിതത്തിലാകുന്നത്. നിലവിലിപ്പോൾ ആ ബസ് നിലവിൽ പാപ്പനംകോട് ഡിപ്പോയിലാണ് നിലവിലുള്ളത്. എന്താണ് ഈ പുതിയ സർക്കാർ, നിലവിലെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ കോടികൾ മുടക്കി വാങ്ങുന്നു, വണ്ടികൾ വാങ്ങിയ ശേഷം അത് ഉപയോഗശൂന്യമായി നശിക്കുന്നു. ഇതെല്ലാം പൊതു ഖജനാവിൽ നിന്ന് പോകുന്ന പണമാണ്, സാധാരണക്കാരുടെ പണമാണ്. ആ പണമാണ് ഇത്തരത്തിൽ അധികൃതരുടെ എല്ലാം അനാസ്ഥ മൂലം ചെറിയ ചെറിയ പേപ്പർ വർക്കുകളായിരിക്കും ചിലപ്പോൾ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പൊടിപിടിച്ച് കിടക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. എന്നാൽ അതിന് ഇത്തരത്തിൽ അതിൻ്റെ ആവശ്യകത അനുസരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ നടപടികളെല്ലാം വേഗത്തിലാക്കിയിരുന്നെങ്കിൽ ഈ ബസ്സുകൾ ഇന്ന് നിരത്തിലോടുമായിരുന്നു. എന്നാൽ അത് നിരത്തിലോടാത്ത നിലയിലേക്കൊക്കെ ഇത്തരത്തിൽ പൊടിയടിച്ച് കിടക്കുന്ന ഒരു ഗ്യാരേജിൽ പൊടിയടിച്ച് കിടക്കുന്ന നിലയിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്. മന്ത്രിമാരും അധികൃതരും എല്ലാം ഇത് ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ കോടികളൊക്കെ ചിലവഴിച്ച് വാങ്ങി സംസ്ഥാനത്തിന് തന്നെ മുഖച്ഛായ മാറ്റുമെന്ന അവകാശവാദത്തോടുകൂടിയൊക്കെയാണ് ഈ ബസ്സുകൾ വാങ്ങുന്നത്. അന്ന് ഗണേഷ് കുമാർ തന്നെ ഇത് ഓടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അത് ഗണേഷ് കുമാർ തന്നെ, അന്നത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ തന്നെ ഓടിച്ചു ഉദ്ഘാടനം നടത്തിയൊക്കെ ആണ് ഈ ബസ്സുകൾ ചെയ്തത്. തുടർന്ന് അതിൻ്റെ യാത്ര എങ്ങും എത്തിയില്ല. ഇതുപോലെ തന്നെ പൊടിയടിച്ച് കിടക്കുന്ന നിലയിലേക്ക് എത്തി. ചെറിയ ചെറിയ പേപ്പർ വർക്കുകളും ചെറിയ ചെറിയ നിയമത്തിൻ്റെ ചെറിയ ചെറിയ നൂലാമാലകൾ മാത്രമാണ് അതിനൊരു തടസ്സമായത്, നികുതി ഇളവ് അനുവദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ അതിൽ നടപടികൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞ സർക്കാരോ തുടർന്നിങ്ങോട്ട് വന്ന ഈ സർക്കാരോ സാധിച്ചില്ല. ഇതോടുകൂടി തന്നെ ഏകദേശം 6 മാസത്തോളമായി 2 ബസ്സുകളും ഗ്യാരേജിൽ പൊടിയടിച്ച് കിടക്കുന്ന നിലയിലാണുള്ളത്. രാഖി, അശ്വതി. ശരി പ്രശാന്ത്.